അധ്യക്ഷൻ DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ്, തൃപ്പൂണിത്തുറയിൽ നടന്ന വിശ്വാസ സംരക്ഷണ യാത്രയോടനുബന്ധിച്ചുള്ള ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ്, കേരള നിയമസഭയിലെ പാർലമെന്ററി പാർട്ടിയുടെ ഉപനേതാവ്, മുൻ മന്ത്രി ഒക്കെയായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ K. ബാബു അവർകൾ, ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ, നിങ്ങളോട് സംസാരിച്ച ശ്രീ TN പ്രതാപൻ XMP, ബഹുമാനിയായ MLA ശ്രീമതി ഉമാ തോമസ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീമതി ദീപ്തി മേരി വർഗീസ്, പ്രിയപ്പെട്ട ശ്രീ KP ശ്രീകുമാർ, ബഹുമാനപ്പെട്ട മുൻ KPC വൈസ് പ്രസിഡന്റ് ശ്രീ VJ പൗലോസ് അവർ, പ്രിയപ്പെട്ട മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ കൂടിയായ ശ്രീ അജയ് തറയിൽ, പ്രിയപ്പെട്ട ശ്രീ N. വേണുഗോപാൽ അവർ, പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് കുട്ടി മാസ്റ്റർ, ഏറെ ബഹുമാനപ്പെട്ട ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ മുൻ മന്ത്രി, പ്രിയപ്പെട്ട MR അഭിലാഷ്, പ്രിയപ്പെട്ട ശ്രീ ടോണി ചെമ്മണി, ശ്രീ രാജു P. നായർ, ശ്രീ PK അബ്ദുറഹ്മാൻ, പ്രിയപ്പെട്ട ശ്രീ ഡോക്ടർ ജിൻഡോ ജോൺ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ലീലാകൃഷ്ണൻ, പ്രിയപ്പെട്ട ശ്രീ ദേവരാജൻ, ഇവിടെ സ്വാഗതമാശംസ പോളേട്ടൻ ഉൾപ്പെടെയുള്ള ഏറെ ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, ഇവിടെ ഏറ്റവും ഒടുവിൽ വേദിയിൽ കടന്നു വന്ന വീക്ഷണം പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ജെയ്സൺ ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ജനാധിപത്യ വിശ്വാസികളെ, കോൺഗ്രസ് പ്രവർത്തകരെ, നാട്ടുകാരെ, സുദീർഘമായ ഒരു മറുപടി പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നമ്മുടെ നേതാക്കൾ എല്ലാവരും തന്നെ ഈ വിശ്വാസ സംരക്ഷണ യാത്രയെക്കുറിച്ച് വിശദമായി നിങ്ങളോട് സംസാരിച്ചു. ബഹുമാനായ ഉദ്ഘാടകൻ ശ്രീ K. ബാബു ഈ യാത്രയുടെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോവുകയും സ്വർണ്ണക്കൊള്ള നടത്തുകയും ചെയ്ത ഈ ഗവൺമെന്റിന്റെ, ഈ തിരുട്ട് സംഘത്തിന്റെ, ഈ കൊള്ള സംഘത്തിന്റെ നടപടികൾക്കെതിരായി വിശ്വാസി സമൂഹത്തെ ആകെ തൊട്ടുണർത്തിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്രയാണ് ഇന്ന് തൃപ്പൂണിത്തുറയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തിൽ 4 യാത്രകളാണ് ഇപ്പോൾ ഈ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ബഹുമാനായ മുൻ KPC അധ്യക്ഷൻ ശ്രീ K. മുരളീധരന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും, ബഹുമാനപ്പെട്ട ശ്രീ ബെന്നി ബെഹനാൻ MP നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ നിന്നും, അതോടൊപ്പം തന്നെ ശ്രീ അടൂർ പ്രകാശ് നേതൃത്വത്തിൽ തിരുവനന്തപുരത്തു നിന്നുള്ള 4 വിശ്വാസ സംരക്ഷണ യാത്രകളാണ് പ്രയാണം ആരംഭിച്ചിരിക്കുന്നത്. ഈ യാത്രകൾ നാളെ വൈകുന്നേരം 6 മണിയോടുകൂടി ശബരിമലയുടെ കവാടമായ ചെങ്ങന്നൂരിൽ സമാപിക്കും. അവിടെ ഈ 4 യാത്രകൾ സമാപിച്ച് 4 യാത്രകൾക്ക് നേതൃത്വം നൽകിയ നേതാക്കന്മാർക്കൊപ്പം നമ്മുടെ പ്രവർത്തകരും എല്ലാവരും ആ സംഗമത്തിൽ അണിനിരന്നുകൊണ്ട് സമാപന സംഗമം അവിടെ നടക്കും. നമുക്കറിയാം ചെങ്ങന്നൂരിന്റെ പ്രാധാന്യം. ചെങ്ങന്നൂർ ശബരിമലയുടെ കവാടമാണ്. മാത്രവുമല്ല, ശബരിമല തന്ത്രിമാരുടെ മൂലസ്ഥാനമാണ് ചെങ്ങന്നൂര്. എല്ലാ തന്ത്രിമാരും അവിടെയാണ് താമസിക്കുന്നതെന്ന് പ്രാധാന്യമുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം 18-ാം തീയതി UDF-ന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിന് അപ്പുറത്ത് ഏതാണ്ട് 5 കിലോമീറ്റർ അപ്പുറത്ത് കാരയ്ക്കാട് നിന്ന് പന്തളത്തേക്ക് 7 കിലോമീറ്റർ പദയാത്രയാണ്. അത് ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ പങ്കെടുത്ത നേതാക്കന്മാരും UDF-ന്റെ പ്രതിപക്ഷ നേതാവ്, അതുപോലെ KPC അധ്യക്ഷൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC-യുടെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം, അതുപോലെ UDF-ന്റെ മറ്റ് നേതാക്കന്മാരടക്കമുള്ള എല്ലാവരും ആ യാത്രയിൽ പങ്കുചേർന്നുകൊണ്ട് അയ്യപ്പന്റെ ജന്മവാസ കേന്ദ്രമായ പന്തളം കൊട്ടാരം, തൊട്ടടുത്ത് തന്നെ തിരുവാഭരണം സ്ഥിതി ചെയ്യുന്ന വളരെ പവിത്രമായ ആ സ്ഥലത്തേക്ക് നമ്മൾ പദയാത്രയായി കടന്നു പോവുകയാണ്. അവിടെ വൻപിച്ച പ്രതിഷേധ സംഗമം നടക്കുകയാണ്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാം, എല്ലാവരും ആ യാത്രയിൽ പങ്കുചേരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. 18-ാം തീയതി നടക്കുന്ന പദയാത്രയിൽ നിങ്ങളും അണിചേരണം. തൃപ്പൂണിത്തുറയിലെയും അതുപോലെ തന്നെ ഇവിടെ വന്നെത്തിയിരിക്കുന്ന തൃക്കാക്കരയിലെയും മറ്റ് നിയോജകമണ്ഡലങ്ങളിലെ എല്ലാ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ആ യാത്രയിൽ പങ്കുചേർന്നുകൊണ്ട് ശബരിമല ശ്രീ ധർമ്മശാസ്താവിനോടുള്ള, ശബരിമലയിൽ അയ്യപ്പനോടുള്ള നമ്മുടെ വിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം അവിടേക്ക് ക്ഷണിക്കുക. ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറയിൽ നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. രാവിലെ ആലുവയിൽ വൻപിച്ച സ്വീകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്.
ഞങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായി കടന്നു വന്ന പാലക്കാട് ജില്ലയിലും തൃശൂർ ജില്ലയിലും വൻപിച്ച സ്വീകരണമാണ് ഞങ്ങൾ ലഭിച്ചത്. കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, ഭക്തജനങ്ങൾ ആകമാനം ഞങ്ങൾക്ക് വലിയ പിന്തുണ നൽകി. നമ്മൾ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം, ശബരിമല സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉയർത്തിയ ഈ മുദ്രാവാക്യം, അത് ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ ആകമാനം ഈ യാത്രയ്ക്ക് വലിയ പിന്തുണ നൽകിയിരിക്കുന്നു. കാരണം കോടാനുകോടി അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസ കേന്ദ്രമാണ് ശബരിമല. ആ ശബരിമലയെ പാപഭംഗിതമാക്കുവാൻ, ആ ശബരിമലയുടെ പവിത്രത തകർക്കുവാൻ, ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിന്റെ കണക്കിൽ കത്തിവെക്കുന്ന നിലപാടാണ് കേരളത്തിൽ അധികാരത്തിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടവർ സ്വീകരിച്ച നിലപാടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശബരിമലയുടെ പവിത്രത തകർക്കാൻ വേണ്ടി നവോത്ഥാനം കേരളത്തിൽ വരുത്തുന്നതിന് വേണ്ടി യുവതികൾ പ്രവേശനം പാടില്ലാത്ത, അല്ലെങ്കിൽ ശബരിമലയിൽ പോകാൻ പാടില്ലാത്ത യുവതികളെ സുപ്രീം കോടതി വിധിയുടെ മറ പിടിച്ചുകൊണ്ട് അവിടെ കയറ്റി പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ കയറ്റി. അവസാനം ശബരിമല ആകെ സംഘർഷഭൂമിയായി. പോലീസ് ലാത്തിച്ചാർജ് നടത്തി. അയ്യപ്പന്മാർക്ക് ഉൾപ്പെടെ ലാത്തിച്ചാർജ് ഏൽക്കേണ്ടി വന്നു. വന്ന അയ്യപ്പന്മാർ പമ്പയിൽ നിന്ന് മടങ്ങിപ്പോയി. അങ്ങനെ വല്ലാത്ത ഒരു സംഘർഷ അന്തരീക്ഷം ശബരിമലയിൽ ഉണ്ടാക്കിയത് ആരാണ്? ഒന്നാം പിണറായി സർക്കാരാണ്. അതുമൂലം ആ വർഷം ശബരിമലയിലേക്ക് വരേണ്ട ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. പക്ഷേ പിണറായി ഗവൺമെന്റ് വിചാരിച്ചത് അന്ന് ഈ യുവതീ പ്രവേശം നടത്തിയാൽ അതിൽ മൂലം വലിയ രാഷ്ട്രീയ ലാഭം ഉണ്ടാകും. കാരണം ശബരിമലയിൽ പോകാൻ പറ്റാത്ത യുവതികളെല്ലാം ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്യും എന്ന് വിചാരിച്ചാണ് ഇതൊക്കെ ചെയ്തത്. കൂടാതെ വനിതകളുടെ ഒരു മതിലും സൃഷ്ടിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞ് വന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 LDF തോറ്റു, ദയനീയമായി തോറ്റു. ശബരിമല അയ്യപ്പന്റെ ശാപമേറ്റ് ഇടതുപക്ഷം തകർന്നു, തരിപ്പണമായി. ഇതാ ഇപ്പോഴ് എന്താണ് നടക്കുന്നത്? ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയി. എത്ര കിലോഗ്രാം കൊണ്ടുപോയി, എത്ര കിലോഗ്രാം തിരിച്ചു കൊണ്ടുവന്നു ഒരു നിശ്ചയമില്ല. സ്വർണ്ണപ്പാളിയല്ല, അത് തന്നയച്ച ചെമ്പുപാളി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൃത്യമായി ചോദ്യം ചെയ്യുകയോ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിൽ എല്ലാ കാര്യം പുറത്തു വരുമായിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ച് ഒരു ചടങ്ങിന് വേണ്ടി വഴിപാട് പോലെ 1 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂരി ചോദ്യം കഴിഞ്ഞ് ഇറങ്ങി വന്ന് നിങ്ങൾ കണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറങ്ങി വന്നത് കണ്ടോ? പോറ്റി ഇറങ്ങി വന്നത് കണ്ടോ? എത്ര ചിരിച്ച് സന്തോഷിച്ച് വലിയ ആഹ്ലാദത്തോടു കൂടി ഇറങ്ങി വന്നത്. എനിക്ക് പറയാനുള്ളതല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ചാല് എന്താണ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മണിക്കൂർ ചോദ്യം ചെയ്ത് അവസാനം എന്ത് ചെയ്യും? ജയിലിലേക്ക് അയക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം ഇറങ്ങി വന്നത് വളരെ സന്തോഷത്തോടെ ഇറങ്ങി വന്നത്. എനിക്ക് പറയാനുള്ളതല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് വന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു അവതാരമാണ്. ആരുടെ അവതാരം? യഥാർത്ഥത്തിൽ ഇന്ന് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ദേവസ്വം മന്ത്രി വാസവന്റെ ഒരു അവതാരമാണ്. വിശ്വസ്തനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. വാസവൻ എവിടെ ഉണ്ടോ അവിടെയല്ല ആരെ കാണാൻ പറ്റും? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ പറ്റും. വാസവൻ നിൽക്കുന്ന എല്ലാ പടത്തിലും, ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ചിത്രങ്ങളിലും ടിവിയിൽ നമ്മൾ നോക്കിയാൽ അതിനോട് വാസവനോടൊപ്പം ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ചോദ്യം ചെയ്തതിന്റെ എല്ലാ വസ്തുക്കളും അറിയാം. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതുവരെയും കാര്യമായി ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ യാത്രയിൽ ഉന്നയിക്കുന്ന, ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒന്ന്, ഇവിടെ ബാബുചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ ഉന്നയിക്കുന്നത്, ഇപ്പൊ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച യഥാർത്ഥ വസ്തുത പുറത്തു വരുമോ? പിണറായി വിജയന്റെ പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ യഥാർത്ഥ വസ്തുത പുറത്തു വരുമോ? ഇല്ല. എന്താണ്? തിമിംഗലങ്ങൾ രക്ഷപ്പെടുകയും പരലു മീനുകൾ മാത്രം ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അല്ലെങ്കിൽ ഏതാനും ഉദ്യോഗസ്ഥന്മാരുടെ മണ്ടയിൽ, ദേവസ്വം കമ്മീഷണറെ, തിരുവാഭരണ ഓഫീസർ, അതുപോലെ ശബരിമലയിലെ സന്നിധാനത്ത് ചുമതലയുള്ള ഡ്യൂട്ടിയുള്ള ഏതാനും ഉദ്യോഗസ്ഥന്മാരുടെ മണ്ടയിൽ ഇത് പൂർണ്ണമായും അവരെ മണ്ടയിൽ കൊണ്ടുവച്ചിട്ട് തിമിംഗലങ്ങൾ രക്ഷപ്പെടാനുള്ള നീക്കമാണ് നടക്കുന്നത്. ആരാണ്? ഒന്ന്, കടകംപള്ളി സുരേന്ദ്രൻ. ഒന്നാം പിണറായി സർക്കാരിൽ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് വളരെ വ്യക്തമാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന N വാസുവിന്റെയും അത് കഴിഞ്ഞ് പത്മകുമാറിന്റെയും പങ്ക് വളരെ വ്യക്തമാണ്. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൽ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന വാസവന്റെ പങ്ക് വ്യക്തമാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പങ്ക് വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ഈ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നത്, ഈ സ്വർണ്ണപ്പാളികൾ അതിൽ സ്വർണം പൂശുവാൻ വേണ്ടി
ചെന്നൈയിലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഒക്കെ കൊടുത്തയച്ചത് ആരാണ്? ഇവരറിയാതെയാണോ? ദേവസ്വം മാനുവലിൽ എന്താ പറയുന്നത്? ദേവസ്വം മാനുവലിൽ പറയുന്നത് ശബരിമലയുടെ ഒരു വസ്തുക്കളും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. എന്തെങ്കിലും റിപ്പയർ ആവശ്യമുണ്ടെങ്കിൽ, അത് അവിടെ സ്വർണ്ണപ്പാളി ആയിരുന്നാലും കട്ടളയായിരുന്നാലും വാതിലായിരുന്നാലും അതുപോലെ അവിടുത്തെ പാത്രങ്ങളായിരുന്നാലും അവിടുത്തെ ദണ്ഡ എല്ലാം സന്നിധാനത്ത് വെച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ മാത്രമേ അവിടെ അതിന്റെ റിപ്പയറുകളോ അതിന്റെ മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് മാനുവൽ പറയുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോലും അറിയിക്കാതെ, ഹൈക്കോടതിയുടെ പോലും അനുമതി വാങ്ങിക്കാതെയാണ് ഈ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയത്. ഈ സംഭവങ്ങൾ അരങ്ങേറിയപ്പോൾ ദേവസ്വം മന്ത്രി അറിയണ്ടേ? അറിഞ്ഞു കാണുമല്ലോ. അവരുടെ അനുമതി ഇല്ലാതെ പോകുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ചെയ്യുമോ? അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിയുമോ? അപ്പൊ അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡ് ഇവരുടെ ജോലി എന്താ? ദേവസ്വം ബോർഡിന്റെ ജോലി എന്താ? ഉത്തരവാദിത്വം എന്താ? ദേവസ്വം മന്ത്രിയുടെ ഉത്തരവാദിത്വം ഇവിടെ ഉണ്ടല്ലോ. ശബരിമലയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കുക, അവിടുത്തെ വരുമാനം കൃത്യമായി അത് ആഡിറ്റ് ചെയ്യുക, അവിടെ ക്ഷേത്രങ്ങളുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നു എന്ന് നോക്കുക, അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, ശാന്തിക്കാരെ നിയമിക്കുക, അതുപോലെ തന്നെ അമ്പലങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഇതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി ഇതൊക്കെയാണല്ലോ ദേവസ്വം ബോർഡ് നോക്കേണ്ടത്. ഇതൊക്കെയാണല്ലോ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും നോക്കേണ്ടത്. ഇതിനെല്ലാം മോണിറ്റർ ചെയ്യേണ്ടത് മന്ത്രിയല്ലേ, ആ ദേവസ്വം മന്ത്രിയല്ലേ. ഇവര് 10 വർഷം അല്ലെങ്കിൽ 9 വർഷമായി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, ശിവാബുവിടെ ഇരിപ്പുണ്ട്, ഡൊമിനിക്കേറ്ററുണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് 300 ഏക്കർ സ്ഥലമാണ് കേന്ദ്ര ഗവൺമെന്റ്, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിൽ നിന്ന് ഉമ്മൻചാണ്ടി സർക്കാർ നേടിയെടുത്തത്. എന്തിനു വേണ്ടി? ശബരിമലയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി. ശബരിമലയിലെത്തുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ തിക്കും തിരക്കും ഒഴിവാക്കാൻ, അവർക്ക് കൃത്യമായി ദർശനം നടത്താൻ വേണ്ടിയുള്ള സൗകര്യമൊരുക്കാൻ 300 ഏക്കർ സ്ഥലം കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിച്ചു. പകരം വനഭൂമി വാങ്ങിച്ചിട്ട് പകരം ഭൂമി കൊടുക്കാനുള്ള എഗ്രിമെന്റ് ഉണ്ടായി. അതിനുശേഷം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരം വിട്ടൊഴിഞ്ഞു. പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ 9 വർഷമായി. ഇതുവരെയും ആ 300 ഏക്കർ സ്ഥലത്ത് ശബരിമലയുടെ വികസനത്തിന് ആവശ്യമായ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇതാ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ, അതായത് 3 മാസം 4 മാസം മാത്രമേ പ്രതാപനുടെ കൗണ്ട് ഡൗൺ പറഞ്ഞുകൊണ്ട് ഓരോ മാസത്തെ പറഞ്ഞല്ലോ. എന്താണ് ഇനി 4-5 മാസമേ ഉള്ളൂ, 4 മാസം കഷ്ടിച്ചുള്ളൂ ഈ ഗവൺമെന്റിന്റെ കാലാവധി തീരാൻ. ഇപ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തുകയാണ്. എന്തിനാ? ശബരിമല വികസിപ്പിക്കാൻ. ശബരിമലയിൽ വികസനം നടത്താൻ, ശബരിമലയിൽ ആഗോള തലത്തിലുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി ശബരിമല വികസിപ്പിക്കാൻ വേണ്ടിയുള്ള ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഇപ്പോഴാണ്. തെരഞ്ഞെടുപ്പിൽ 4 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ്. എന്താ കാരണം? ഹിന്ദുക്കളുടെ വോട്ട് നേടാൻ, അയ്യപ്പ ഭക്തരുടെ വോട്ട് നേടാൻ ശബരിമലയിൽ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ഒരു സംഗമമാണ്. ആ സംഗമം പൊളിഞ്ഞു. ആ സംഗമത്തിൽ 3000 പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞു. ആകെ പങ്കെടുത്ത 300 പേരാണ്. അതും ദേവസ്വം ബോർഡ് ജീവനക്കാരും അതോടൊപ്പം തന്നെ മറ്റ് തട്ടിക്കൂട്ടിയ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ആളുകളെ കൊണ്ടിരുത്തിയാണ് ആ സംഗമം നടത്തിയത്. ആ സംഗമം സമ്പൂർണ്ണ പരാജയമായി. ഹൈക്കോടതിയിൽ എന്താ പറഞ്ഞത്? ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് ദേവസ്വത്തിൽ ഞങ്ങൾ ഒരു പൈസ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ 8 കോടി രൂപയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായത്. 8 കോടി രൂപയാണ്. അതിന്റെ പരസ്യത്തിന്, പന്തലിന്, അതുപോലെ വന്നവർക്ക് 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ 8 കോടി രൂപ ചെലവാക്കി. 8 കോടി രൂപ ആ ശബരിമലയിലെ അയ്യപ്പന്മാർക്ക് വേണ്ടി അവിടെ സൗകര്യം ഒരുക്കാൻ ചെയ്തു കൊടുത്തല്ലോ. എന്ത് ചെയ്തു? ദേവസ്വം ബോർഡിൽ നിന്ന് 3 കോടി രൂപ മാറ്റി വെച്ചു. എന്താ ഹൈക്കോടതി പറഞ്ഞത്? ദേവസ്വം ബോർഡിൽ നിന്ന് 1 പൈസ പോലും ആഗോള അയ്യപ്പ സംഗമത്തിന് ഞങ്ങൾ എടുക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് കണക്കെന്താണ്? 3 കോടി രൂപ ദേവസ്വം ബോർഡിൽ നിന്ന് ഇവർ ചെലവാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ശബരിമല നന്നാക്കുകയാണോ ഇവർ? ഇവർക്ക് ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ, തുടർച്ചയായി ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ എങ്ങനെ ശബരിമലയെ തകർക്കാം, അതാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് യുവതീ പ്രവേശനം നടത്തി, അത് പൊളിഞ്ഞു. അത് നമ്മളെല്ലാവരും കൂടി, കോൺഗ്രസ് പാർട്ടി അതിശക്തമായി അതിനെതിരായി നിലപാട് സ്വീകരിക്കുകയും ഇതുപോലെയുള്ള യാത്ര നടത്തി, വിശ്വാസ സംരക്ഷണ യാത്ര നടത്തി, ജനങ്ങളെ സംഘടിപ്പിച്ച്, വിശ്വാസികളെ സംഘടിപ്പിച്ച് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആചാര ലംഘനമായ യുവതീ പ്രവേശനത്തെ ശക്തമായി തടഞ്ഞത്, ഗവൺമെന്റ് പിന്മാറിയത് നമ്മുടെ പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ്, നാം നടത്തിയ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കോൺഗ്രസ് പാർട്ടി വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലാകമാനം പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ്.
അത് ഇതാ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ശബരിമലയെ തകർക്കുവാൻ, ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കുവാനും ശബരിമലയുടെ പരിപാവന തറക്കാനും പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി ഇന്ന് ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസികളെ ബോധവൽക്കരിക്കുവാനും വിശ്വാസി സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടി കോൺഗ്രസ് ആണ് രംഗത്തുള്ളത്. BJP-കാരെ കുറിച്ച് ഇവിടെ പറഞ്ഞു. BJP രംഗത്തുണ്ടോ? ഇല്ല. RSS ഉണ്ടോ? ഇല്ല. കാരണം എന്താ? അവരുടെ കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ഇവിടെ പറഞ്ഞല്ലോ. ഈ സംഭവത്തിൽ BJP ഒളിച്ചോട്ടം നടത്തിയിരിക്കുകയാണ്. കാരണം എന്താ? പിണറായി വിജയൻ ഗവൺമെന്റും BJP തമ്മിൽ വലിയ അന്തർധാരയിലാണ് മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരാൻ പോവുകയല്ലേ. അപ്പൊ ഇവിടെ രണ്ടു കൂട്ടരും ഒരു അന്തർധാരയിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശബരിമലയിൽ സുരേന്ദ്രൻ പോയി എന്തെല്ലാം മംഗളം കാണിച്ചു, അവിടെ അടിപിടി ആക്രമണങ്ങളൊക്കെ നടത്തിയില്ലേ BJP-കാർ? ഇപ്പൊ എന്താ? ഇപ്പൊ കാണാനില്ലല്ലോ. ഇപ്പൊ BJP എവിടെയെങ്കിലും ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി കാണാതായ ആ നിമിഷം മുതൽ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് നമ്മൾ മാർച്ച് നടത്തി. നമ്മുടെ നൂറുകണക്കിന് പ്രവർത്തകർക്ക് ലാത്തി ചാർജ് ഏറ്റു, ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. അതുപോലെ ജലപീരങ്കിക്ക് വിധേയമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേവസ്വം ബോർഡ് ഓഫീസുകൾക്ക് മുന്നിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ, വനിതകൾ അടക്കമുള്ളവർ മാർച്ച് നടത്തി നമ്മുടെ പ്രതിഷേധം അറിയിച്ചു, വിശ്വാസികളുടെ പ്രതിഷേധം അറിയിച്ചു. ശബരിമലയിൽ നടന്ന വേദനാജനകമായ, ശബരിമല ഭക്തർക്ക് ആകമാനം വിഷമവും ദുഃഖവും ഉണ്ടാക്കിയ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അയ്യപ്പന്റെ സ്വത്തുകള്, സ്വർണം ഉൾപ്പെടെ അടിച്ചു മാറ്റിയ ഈ കാട്ടുകള്ളന്മാർക്കെതിരായുള്ള അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇവിടെ പിണറായി വിജയന്റെ പോലീസ് നമ്മുടെ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുകയും ജയിലടക്കുകയും ചെയ്തപ്പോഴും ശബരിമലയെ സംരക്ഷിക്കാൻ, ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഒരു തരത്തിലുള്ള പോറലും ഏൽക്കാതിരിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടല്ല, അല്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ജയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചരണമല്ല, അതോടൊപ്പം തന്നെ 10 വോട്ടിന് വേണ്ടിയുള്ള പ്രചരണമല്ല. ഇവിടെ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, കോൺഗ്രസിന്റെ നയം എന്താണ്. വിശ്വാസികളോട് അവിശ്വാസികളോടൊക്കെ കോൺഗ്രസിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. നമ്മൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നു, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നമ്മൾ നൽകുന്നു, എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനെന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പം ഇന്നലകളിൽ നിന്നിട്ടുണ്ട്, ഇന്നും നിൽക്കും, നാളുകളിലും കോൺഗ്രസ് അവരോടൊപ്പം ഉണ്ടാകും എന്ന വ്യക്തമായ സന്ദേശം നൽകുന്ന ഒരു സന്ദേശ യാത്രയാണ്, വിശ്വാസ സംരക്ഷണ യാത്രയാണ് തൃപ്പൂണിത്തുറയുടെ മണ്ണിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാം, തൃപ്പൂണിത്തുറ ക്ഷേത്ര നഗരിയാണ്. നിരവധിയായ ക്ഷേത്രങ്ങളുടെ ഒരു കേന്ദ്ര സ്ഥാനമാണ് ഇവിടെ. വിശ്വാസികളുടെ വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട്. ഇവിടെയാണ് കേരളത്തിന്റെ സുപ്രധാനമായ ആഘോഷങ്ങൾ നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അവിട്ടാഘോഷം ഉൾപ്പെടെയുള്ള, അത്താഘോഷം ഉൾപ്പെടെയുള്ള എല്ലാം നടക്കുന്നത് തൃപ്പൂണിത്തുറയാണ്. ആ തൃപ്പൂണിത്തുറയുടെ മണ്ണിലേക്ക് ഈ വിശ്വാസ സംരക്ഷണ യാത്രയുമായി ഞങ്ങൾ കടന്നു വന്നപ്പോൾ, ഈ അങ്ങാടിയിലൂടെ ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ്. അവിടെ നിന്ന് ഞങ്ങളെ കൈ കാണിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യാത്രയ്ക്ക് വലിയ പിന്തുണ അറിയിക്കുന്ന സാധാരണ ജനങ്ങളെ, കച്ചവടക്കാരെ, ഓട്ടോറിക്ഷക്കാരെ, അതുപോലെ ചെറുപ്പക്കാരെ, യുവതികളെയൊക്കെ ഞങ്ങൾ കാണാൻ കഴിഞ്ഞു. ഞങ്ങൾ കടന്നു വന്ന എല്ലാ സ്വീകരണ പോയിന്റുകളിലും, എല്ലാ പ്രദേശങ്ങളിലും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്ന ഈ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് വലിയ പിന്തുണയാണ് ബഹുജനങ്ങളിൽ നിന്നും വിശ്വാസികൾ ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതിന് മാർക്സിസ്റ്റ് പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള ആവശ്യമില്ല. ഇവിടെ പറഞ്ഞു, അയ്യപ്പനെ തൊട്ടാൽ ആ കളി തീക്കളിയാകൂ എന്ന് പറഞ്ഞു. പിണറായി അയ്യപ്പന്റെ എന്താണ് ഈ ഈ സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് പോയി ഇത് കൊള്ളയടിക്കുന്ന ഒരു വന്നപ്പോ തന്നെ പിണറായി വിജയന്റെ മകന് ED നോട്ടീസ് കൊടുത്താണ്ടല്ലേ, ED നോട്ടീസ് കൊടുത്താണ്ടല്ലേ പിണറായി വിജയന്റെ മകന് EDയുടെ നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോ അയ്യപ്പനെ ആര് തൊട്ടാലും, അയ്യപ്പന്റെ സ്വത്തുക്കൾ ആര് കൊള്ളയടിച്ചാലും അവര് വിവരമറിയും, അപ്പോൾ തന്നെ അതിന് പ്രതിഫലം കിട്ടും. അത്രയ്ക്ക് അശക്തമാണ് അയ്യപ്പ വിശ്വാസം.